أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട്? ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ നന്നായി പഠിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓൺലൈൻ പരീക്ഷ കൂടി വരികയാണല്ലേ? അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പാഠഭാഗങ്ങൾ പഠിച്ച് നല്ലതുപോലെ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ പരീക്ഷയും എഴുതി ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം? ഈ പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തരാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉളൂവ് വരുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഔറത്ത് മറയ്ക്കുന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ പാഠത്തിന്റെ ഹെഡിങ് സത്റുൽ ഔറത്തി. എന്താണ് സത്റുൽ ഔറത്തി? ഔറത്ത് മറയ്ക്കൽ. എന്താണ് ഔറത്ത് മറയ്ക്കൽ? നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഔറത്ത് മറയ്ക്കുന്നതിനെ കുറിച്ച്. എപ്പോഴോ എവിടെയോ വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്തുകളിൽ എണ്ണി പറയപ്പെട്ട ഒരു കാര്യമാണെന്ത്? ഔറത്ത് മറയ്ക്കൽ. നിസ്കാരം സ്വഹീഹാവാൻ പറയപ്പെട്ട ഷർത്തുകളുണ്ടല്ലോ, നിബന്ധനകളുണ്ടല്ലോ, അത് എണ്ണി പറയപ്പെട്ട ഒന്നാണ് എന്ത്? ഔറത്ത് മറയ്ക്കൽ. അപ്പൊ നമ്മൾ അല്ലാഹുവുമായിട്ട് അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഔറത്ത് മറയ്ക്കൽ എന്താണ്? ഷർത്താണ്. ഔറത്ത് മറയ്ക്കൽ ഷർത്താണ്. ആ ഔറത്ത് മറയ്ക്കുന്നതിന്റെ ശൈലി എങ്ങനെയാണെന്നും എവിടെ മുതൽ എവിടെ വരെ മറയ്ക്കണമെന്നും പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്ത് വേറെ വേറെ എങ്ങനെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ പഠിക്കാം, നല്ലതുപോലെ ശ്രദ്ധിച്ച് നല്ല ഉഷാറായി പ്രിയപ്പെട്ട മക്കളെല്ലാം ഇരിക്കട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ് ഔറത്ത് മറയ്ക്കൽ. നിസ്കരിക്കുന്ന ഒരാൾ ചുറ്റുഭാഗത്തിലൂടെ ഔറത്ത് കാണപ്പെടാത്ത വിധം ശരീരം മറച്ചിരിക്കണം. ചുറ്റുഭാഗത്തിലൂടെ ഒരാൾ നോക്കിയാൽ നമ്മൾ ഔറത്ത് കാണരുത്. ചുറ്റുഭാഗത്ത് നിന്നും ഒരാൾ നോക്കിയാൽ ഔറത്ത് കാണാത്ത വിധം ഔറത്ത് മറയ്ക്കണം. അപ്പോൾ മുകളിലൂടെയോ താഴ്ഭാഗത്തിലൂടെയോ നോക്കിയാൽ കാണുന്ന ഔറത്ത് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? മുകളിലൂടെയോ ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിന്റെ അതല്ലെങ്കിൽ കമീസിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി താഴ്ഭാഗത്ത് നിന്ന് തന്നെ ഒളിഞ്ഞു നോക്കി കണ്ടാൽ കുഴപ്പമില്ല. ചുറ്റുഭാഗത്ത് നിന്ന് നോക്കിയാൽ എന്ത് ചെയ്യരുത്? കാണരുത്. ആ രൂപത്തിൽ ഔറത്ത് എന്ത് ചെയ്യണം? മറക്കണം. 3 വസ്ത്രത്തിനായി നിസ്കരിക്കൽ എന്താണ്? മുസ്തഹബാണ്. 3 വസ്ത്രത്തിലായി നിസ്കരിക്കുന്ന ഒരാള് അവന്റെ ശരീരത്തിൽ 3 വസ്ത്രത്തിനായി നിസ്കരിക്കണം. ഒന്ന് കമീസ്, മറ്റൊന്ന് ഇസാറ്, മറ്റൊന്ന് ഇമാമ്. എന്താ കമീസ്? ശരീരം മുഴുവൻ, അതായത് കഴുത്തിന്റെ ഭാഗം മുതൽ മടമ്പ് വരെ നിൽക്കുന്ന, നീണ്ടു നിൽക്കുന്ന വലിയ നീളം കുപ്പായം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ വലിയ കുപ്പായം. അതുപോലെ ഇസാർ, അരയുടുപ്പ്, നമ്മൾ ഇങ്ങനെ അരയിൽ ഉടുക്കുന്ന ഉടുപ്പ്, തുണി.
3 ഇമാമത്ത് തലക്കെട്ട്. മനസ്സിലായോ? അപ്പോ ഇസാറ്, ഖമീസ്, ഇമാമത്ത് തലക്കെട്ട് 3 എണ്ണമാണ് നിസ്കരിക്കുന്നവൻ. എന്തൊക്കെയാ? ഖമീസ്, ഇസാറ്, ഇമാമത്ത്, അല്ലെ? ഇത് 3 കൊണ്ട് ഉപയോഗിച്ച് നിസ്കരിക്കൽ എന്താണ്? മുസ്തഹബാണ്. എന്നാൽ അതിന് കഴിവുള്ളവരാണ്. ഈ ഖമീസും ഇസാറും ഇമാമത്തൊക്കെ വാങ്ങാനും ഉപയോഗിക്കാനും കഴിവുള്ള ഒരാൾ, കഴിവുണ്ടായിരിക്കെ ഒരു വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് എന്താണ്? കറാമത്താണ്. കഴിവുള്ളവൻ ഈ 3 വസ്ത്രം, അതായത് ഖമീസ്, ഇസാറ്, ഇമാമത്ത് ഉൾപ്പെടുന്ന 3 വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിക്കണം. അത് മുസ്തഹബാണ്. കഴിവുള്ള ഒരാൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു വസ്ത്രം മാത്രം, ഉദാഹരണത്തിന് ഖമീസ് മാത്രമാണ് ധരിച്ചു, അതല്ലെങ്കിൽ ഒരു ഇസാറ് മാത്രം കൊടുത്തു, അതായത് ഒരു അരയുടുപ്പ് തുണി മാത്രം കൊടുത്തു, തലയൊന്നും മറിച്ചില്ല, മനസ്സിലായോ? അങ്ങനെ നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. കഴിവുള്ളവൻ കേട്ടോ, കഴിവുള്ളവൻ, ഇത് 3നും കഴിവുള്ളവൻ ഒന്ന് മാത്രം ഉപയോഗിക്കല് കറാഹത്താണ്. മനസ്സിലായി? ഇനി നമുക്ക് പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്ത് എവിടെ മുതൽ എവിടം വരെയാണ് എന്ന് പഠിക്കാം. ഓക്കെ, പുരുഷന്റെ ഔറത്ത് പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെ, മുട്ട് വരെയല്ല, മുട്ട് ഉൾപ്പെടെ, മുട്ടും കൂടി ചേർന്ന ഉൾപ്പെടെയുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത്. പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെയാണ്. ഇനി സ്വതന്ത്ര സ്ത്രീയുടെ, സ്വതന്ത്ര സ്ത്രീകൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള സ്ത്രീകൾ, അടിമയല്ല എന്നർത്ഥം. സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത് മുഖവും അതുപോലെ മുൻകൈയും ചെരുപ്പടിക്കാനും അല്ലാത്ത ശരീരം മുഴുവനുമാണ്. അപ്പോ സ്ത്രീകൾ നിസ്കരിക്കുമ്പോ മുഖവും മുൻകൈയും ചെരുപ്പടിക്കാനും ഒഴിച്ച് ബാക്കി മുഴുവൻ ഭാഗവും എന്ത് ചെയ്യണം? മറച്ചിട്ട് വേണം നിസ്കരിക്കാൻ. പുരുഷനാണെങ്കിലോ, പുരുഷൻ പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെയുള്ള ഭാഗം മറച്ച് നിസ്കരിച്ചാൽ മതി. പക്ഷേ കഴിവുള്ളവൻ എന്ത് ചെയ്യണം? ഖമീസും ഇസാറും ഇമാമത്തും, നീളം കുപ്പായോ തുണിയും അതുപോലെ അരയുടുപ്പ് തുണിയും അതുപോലെ തലയും, ഇത് 3ഉം ഉപയോഗിച്ച് വേണം എന്ത് ചെയ്യാൻ? നിസ്കരിക്കാൻ. അത് മുസ്തഹബാണ്. ചെയ്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ ആക്ഷേപിക്കപ്പെടാത്തതുമാണെങ്കിൽ പോലും, അല്ലെ? പഠിച്ചു പറഞ്ഞാൽ 5 പഠിച്ചിട്ടില്ലേ? എന്താണ് മുസ്തഹബ്? അതിന്റെ നിർവചനം. ചെയ്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാലോ ആക്ഷേപിക്കപ്പെടൂല. ഓക്കെ, ഇനി കഴിവുണ്ട്, ഇത് 3 ഉപയോഗിച്ച് നിസ്കരിക്കാൻ കഴിവുള്ള ഒരാൾ ഒരു തുണി മാത്രം, അതായത് ഖമീസ് മാത്രമോ അതല്ലെങ്കിൽ അരയിലെ ഉടുക്കുന്ന തുണി മാത്രമായി നിസ്കരിക്കാൻ. അവിടുത്തെ മറിച്ചിട്ടുണ്ട്, പൊക്കിൽ മുതൽ മുട്ടുൾപ്പെടെ മറിച്ചിട്ടുണ്ട്. പക്ഷെ കഴിവുണ്ടായിട്ടും ഇത് മാത്രം ഉപയോഗിച്ച് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. ചെയ്താൽ കൂലി, ഉപേക്ഷിച്ചാൽ എന്ത് കിട്ടും? കറാഹത്തിന്റെ നിർവചനം അറിയില്ലേ? എന്താണ്? കൃത്യമായിട്ട്. അപ്പൊ കറാഹത്താണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഔറത്തിന്റെ അവയവങ്ങളിൽ നിന്ന് ഒന്നിന്റെ 4ൽ ഒരു ഭാഗം വെളിവായാൽ നിസ്കാരം സ്വഹീഹാവുന്നതല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ഔറത്തിന്റെ അവയവങ്ങളിൽ നിന്ന് 4ൽ ഒരു ഭാഗം. എങ്ങനെ 4ൽ ഒരു ഭാഗം കണക്കൂട്ടെന്നറിയോ? ഇപ്പൊ പുരുഷന്റെ ഔറത്തൊന്നും കണക്കൂട്ടിയില്ലേ? പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലം. ഈ പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെ വരെയുള്ള സ്ഥലത്തെ 4ആയി വീതിച്ചാൽ അതിൽ ഒരു ഭാഗം വെളിവായാൽ അവന്റെ നിസ്കാരം എന്താവും? സഹീഹാവുന്നതല്ല. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖം, മുൻകൈ, ചെരുപ്പടിക്കാരൻ, ഇത് ഒഴികെ ബാക്കി മുഴുവൻ എന്താണ്? നിസ്കാരത്തിൽ മറച്ചിരിക്കണം. അപ്പോൾ അത്തരത്തിൽ അവയവങ്ങളിൽ നിന്ന് 4ൽ ഒരു ഭാഗം വെളിവായാൽ നിസ്കാരം സഹീഹാവുന്നതല്ല. 4ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാം. ഒന്നിനെ 4ആയിട്ട് തിരിച്ചാൽ അതിലൊരു ഭാഗം എന്നാണ്. മനസ്സിലായില്ലേ? ഇത്രേ സിമ്പിളാണ്. അപ്പൊ അത്തരത്തിൽ 4ൽ ഒരു ഭാഗം വെളിവായാൽ എന്താകും? നിസ്കാരം സഹീഹാവുന്നതല്ല.
ഇനി ഒരാൾക്ക് ഔറത്തിന്റെ കുറഞ്ഞ ഭാഗം മാത്രം മറയ്ക്കാനുള്ള തുണിയെ വസ്ത്രമേ ലഭിച്ചുള്ളൂ, അത്രേ ഉള്ളൂ, പരമദരിദ്രനാണ്, അതിന് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടും വസ്ത്രമൊക്കെ എന്തെങ്കിലും ഇല്ലാതെയായി പോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ഉപയോഗിച്ച് നിസ്കരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം മുൻഭാഗവും പിൻഭാഗവും മറയ്ക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കണം. അവിടുത്തെ മുഴുവൻ മറയ്ക്കാനുള്ളത് കിട്ടൂല, എന്നാൽ അല്പം വസ്ത്രമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്ന് മാത്രമല്ല, അതുകൊണ്ട് അവന്റെ മുൻഭാഗവും പിൻഭാഗവും മാത്രം മറിച്ചിട്ട് ആദ്യം മറക്കുന്നത് ആ ഭാഗം രണ്ടുമാണ്, അത് രണ്ടും മറച്ചുകൊണ്ട് മുന്നും പിന്നും മറച്ചുകൊണ്ട് നിസ്കരിക്കണം. ഇനി ഔറത്ത് മറയ്ക്കാനുള്ള ഒന്നും ലഭിച്ചില്ല, നേരത്തെ അല്പം ലഭിച്ചു, ഒന്നും ലഭിക്കാത്തവൻ എന്ത് ചെയ്യണം? നിസ്കരിക്കണ്ടെന്ന അർത്ഥം അല്ല, അവൻ നഗ്നനായി, വസ്ത്രമില്ലാത്തവൻ നഗ്നനായി നിസ്കരിക്കണം. അപ്പൊ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇരു കാലുകളും കിബില കൊണ്ട് നീട്ടി ഇരുന്ന് നിസ്കരിക്കൽ അവന് മൻദൂബാണ്. അങ്ങനെ ഒന്നും കുടി കൊടുക്കാനൊന്നുമില്ല. ആ സമയത്ത് അവൻ എന്ത് ചെയ്യണം? അവന്റെ നഗ്നനായി നിസ്കരിക്കുമ്പോൾ അല്ലാഹു ആദരിച്ച മഹത്തരമായ കഅബാലയമാണല്ലോ നമ്മുടെ കിബില, അങ്ങോട്ട് കാലുകൾ നീട്ടി വെച്ച് നിസ്കരിക്കൽ അവൻ എന്താണ്? മൻദൂബാണ്. അതുപോലെ അത്തരത്തിൽ നിസ്കരിക്കുന്നയാൾ റുകൂഉം സുജൂദും ഒന്നും എന്ത് ചെയ്യണ്ട? യഥാർത്ഥ രൂപത്തിൽ ചെയ്യേണ്ട, ആംഗ്യ രൂപത്തിൽ ചെയ്താൽ മതി. മനസ്സിലായോ? അല്ലാഹു വസ്ത്രമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. കാരണം എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുക എന്ന് അറിയില്ല, അല്ലേ? ഇപ്പൊ തന്നെ കൊറോണ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന വലിയൊരു പരീക്ഷണമായിരുന്നു അല്ലാഹുവിന്റെ. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന പ്രളയം ഒരുപാട് ആളുകൾക്ക് വസ്ത്രവും വീടും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. എല്ലാ കുട്ടികളും ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ, അല്ലേ? അല്ലാഹു കൊറോണ പോലെയുള്ള ഈ അതിഭീകരമായ ഈ വൈറസിന്റെ വ്യാപനത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ നാടുകളെയും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് പറഞ്ഞു. ആമീൻ. കയ്യിലുണ്ടല്ലോ, അല്ലേ? തുറന്നേ. പാഠം 5, സത്തുറുൽ ഔറത്തി. നിസ്കാരം സ്വഹീഹ് ആകാനുള്ള ശർത്തുകളിൽ പെട്ടതാണ് ഔറത്ത് മറക്കൽ. എന്റെ കൂടെ വായിക്കണില്ലേ? എന്റെ കൂടെ വായിക്ക്, മനസ്സിൽ വായിക്ക്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദിനും മക്കൾക്ക് ഒരുമിച്ച് വായിക്കാട്ടോ. നിസ്കാരം സ്വഹീഹാവാനുള്ള ശർത്തുകളിൽ പെട്ടതാണ് ഔറത്ത് മറക്കൽ. നിസ്കരിക്കുന്നവൻ ചുറ്റുഭാഗത്തിലൂടെ ഔറത്ത് കാണപ്പെടാത്ത വിധം മറക്കണം. കുപ്പായ മാറിൽ കൂടിയോ, കുപ്പായത്തിന്റെ നമ്മൾ ധരിക്കുന്ന കുപ്പായം കമീസ്, ഇപ്പൊ അത് കുപ്പായമാരെന്നൊക്കെ നമ്മൾ ധരിക്കുന്ന ഡ്രസ്, വസ്ത്രത്തിന്റെ ഈ അതല്ലെങ്കിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ, അതായത് നിസ്കാര കുപ്പായാണെങ്കിൽ ആ കുപ്പായത്തിന്റെ മാറിൽ കൂടിയോ സൈഡിൽ കൂടിയോ ഉള്ളിൽ കൂടിയോ കാണുന്ന താഴ്ഭാഗത്തിലൂടെ കൂടിയോ താഴ്ഭാഗത്തിൽ കൂടിയോ ഔറത്ത് കാണപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല. മനസ്സിലായില്ലേ? താഴ്ഭാഗത്തിലൂടെയോ മുകൾ ഭാഗത്തിലൂടെയോ സൈഡ് ഇങ്ങനെ കണ്ടാലും ഇതില്ല, വിരോധമില്ല. 3 വസ്ത്രത്തിലായി നിസ്കരിക്കൽ മുസ്തഹബ്ബാണ്. ഖമീസ്, ഇസാറ്, ഇമാമ എന്നിവയാണ്. അതിന് കഴിവുള്ളവർ ഒരു തുണി മാത്രം ധരിച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. ഞാൻ പറഞ്ഞല്ലോ, അല്ലേ? അതായത് ഈ ഖമീസും, അതായത് വലിയ നീളക്കുപ്പായവും അതുപോലെ അരയുടുപ്പും തുണി, അല്ലെ? അതുപോലെ ഇമാമത്തും ഒക്കെ വാങ്ങാനും കഴിവുള്ള ഒരാൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് തുണി മാത്രം നിസ്കരിക്കല് അല്ലെങ്കിൽ ഖമീസ് മാത്രമായിട്ട് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. പുരുഷന്റെ ഔറത്ത് പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെയും സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ചെരുപ്പടിക്കാനും അല്ലാത്ത ശരീരം മുഴുവനുമാകുന്നു. മനസ്സിലായില്ലേ? പുരുഷന്റെ ഔറത്ത് മുട്ട് പൊക്കിൽ മുതൽ മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. ഓക്കെ. സ്ത്രീയുടെ ഔറത്തോ മുഖവും മുൻകൈയും ചെരുപ്പടിക്കാരെന്ന് അറിയില്ലേ? നമ്മൾ ചെരുപ്പ് ധരിക്കുന്ന ആ കാലിന്റെ വെള്ളം, ആ കാൽ അല്ലാത്ത ശരീരം മുഴുവൻ മറക്കണം. ഔറത്തിന്റെ അവയവങ്ങളിൽ നിന്ന് ഒന്നിന്റെ 4/1 ഭാഗം വെളിവായാൽ നിസ്കാരം സ്വഹീഹ് ആകുന്നതല്ല, അല്ലേ? ഔറത്തിന്റെ അവയവങ്ങൾ പറയപ്പെട്ട അവയവങ്ങളൊന്നല്ല, മറക്കൽ നിർബന്ധമായ നിസ്കാരത്തിൽ അവർക്ക് മറക്കൽ നിർബന്ധമായ ശരീരത്തിന്റെ അവയവങ്ങൾ, അതിന്റെ 4/1 ഭാഗം വെളിവായാൽ നിസ്കാരം സ്വഹീഹ് ആവുന്നതല്ല.
ഔറത്തിന്റെ കുറഞ്ഞ ഭാഗം മാത്രം മറക്കാവുന്നവ ലഭിച്ചവൻ, മറക്കാനുള്ള വസ്ത്രം ലഭിച്ചവൻ അത് ഉപയോഗിക്കണം. കുറച്ചല്ലേ ഉള്ളൂ, നീ നിസ്കരിക്കാൻ പറ്റൂല എന്ന് വിചാരിക്കരുത്. കിട്ടിയത് കൊണ്ട് നിസ്കരിക്കണം. ആദ്യം മുന്നും പിന്നും മറക്കണം, ആദ്യം മുന്നും പിന്നും മറക്കണം. ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവൻ നഗ്നനായി നിസ്കരിക്കണം. ഇരുകാലുകളും കിബില കൊള്ളെ നീട്ടിയിരുന്ന് നിസ്കരിക്കൽ അവന് മൻദൂബാണ്. റുകൂഉം സുജൂദും ആംഗ്യ രൂപത്തിൽ ചെയ്യുകയും അപ്പോൾ ചെയ്യണം. അതായത് ഒന്നും ധരിക്കാത്ത ഒരാൾ റുകൂഉം സുജൂദും ചെയ്യുമ്പോൾ പിൻദ്വാരം മുൻദ്വാരം ഒക്കെ ഒഴിവാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവന്റെ റുകൂഉം സുജൂദും ആ സമയത്ത് ആംഗ്യ രൂപത്തിൽ, തലകൊണ്ട് ആംഗ്യ രൂപത്തിൽ കുനിഞ്ഞ് എന്ത് ചെയ്യണം, നിർവഹിച്ചാൽ മതി. കണ്ടോ നിങ്ങൾ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഔറത്ത് മറക്കൽ ശർത്താണ് എന്ന് പറഞ്ഞു നമ്മൾ ഈ പാഠത്തിൽ. അതുകൂടാതെ ഔറത്ത് മറക്കുന്നതിന്റെ രൂപം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഔറത്ത് മറക്കാൻ വസ്ത്രം കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യണം, നഗ്നനായി നിസ്കരിക്കാൻ എന്ന് പറഞ്ഞു. ആലോചിക്കുക പ്രിയപ്പെട്ട മക്കളെ, എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം അത് അല്ലാഹുവുമായിട്ട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കുകയും നിസ്കാരം നിലനിർത്തുന്നവരാവുകയും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാവേ. ഉത്തരം പറയാം. പുരുഷന്റെ ഔറത്ത് ഏതാവുന്നു? പുരുഷന്റെ ഔറത്ത് ഏതാന്ന് പറഞ്ഞേ? പറയും. പൊക്കിൾ മുതൽ മുട്ട് ഉൾപ്പെടെയുള്ള ഭാഗം. നന്നായി മനസ്സിലായില്ലേ? സ്ത്രീയുടെ ഔറത്ത് ഏതാവുന്നു? സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ചെരുപ്പടിക്കാനും അല്ലാത്ത ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും എന്ത് ചെയ്യണം, ഭാഗവും സ്ത്രീയുടെ ഔറത്താണ്. നഗ്നനായി നിസ്കരിക്കണം. എപ്പോൾ നഗ്നനായി നിസ്കരിക്കണം? എപ്പോഴാണ്? വസ്ത്രം ഒന്നും മറക്കാൻ ഒന്നും കിട്ടാത്ത പോലെ, ഔറത്ത് മറക്കാൻ വസ്ത്രം ഒന്നും കിട്ടാത്ത. എത്ര വസ്ത്രമാണ് മുസ്തഹബ്? എത്ര വസ്ത്രമാണ്? 3. മുസ്തഹബായ വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഖമീസ്, ഇസാറ്, പിന്നെ ഇമാമത്ത്. ഓക്കെ. ഒരു തുണി മാത്രം ധരിച്ചു നിസ്കരിക്കൽ കറാഹത്താണ്. ആർക്ക്? ഒരു തുണി മാത്രം ധരിച്ചു നിസ്കരിക്കൽ കറാഹത്താണ്. ആർക്ക്? 3 വസ്ത്രം, അതായത് ഖമീസും ഇസാറും ഇമാമത്തും വാങ്ങാനും ഉപയോഗിക്കാനും കഴിവുള്ള ഒരാൾ ഒരു വസ്ത്രം മാത്രം ഉപയോഗിച്ച് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. പാഠത്തിലെ അവസാനത്തെ പേര വൃത്തിയായിട്ട് എഴുതണം. പേര എന്താണ്? പാരഗ്രാഫ് കേട്ടോ. വൃത്തിയായിട്ട് നന്നായിട്ട്. ഔറത്ത് മറക്കുവാൻ ഒന്നും ലഭിക്കാത്തവർ നല്ല വൃത്തിയായിട്ട് എഴുതി ഉസ്താദിനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അർത്ഥം എഴുതാം. ഔറത്ത്, ഖമീസ്, ഇസാർ, ഇമാമത്ത്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ? ഔറത്ത് എന്താണ്? സത്റുൽ ഔറത്തി, ഔറത്ത് മറക്കുക. ഔറത്ത് എന്താണ്? നഗ്നത മറക്കൽ. ഖമീസിന്റെ അർത്ഥം എന്താ? നിലംകുപ്പായം. ഇസാറോ? അരയുറുപ്പ്, അരയുറുപ്പ് കൂടി. ഇമാമത്ത് തലേക്കൽ. ഇമാമത്ത് എന്താ? തലേക്കൽ. അപ്പൊ ഇത്രയും വാക്കുകളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നല്ല കുട്ടികളായി നല്ലതുപോലെ പഠിച്ച് ഉസ്താദിനെ എഴുതി കാണിച്ചു കൊടുക്കാനുള്ളതൊക്കെ എഴുതി കാണിച്ചു കൊടുത്ത് ഇൻഷാ അല്ലാഹ് കഴിയണം. അല്ലാഹു നമ്മളെല്ലാവരെയും വിജയികളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.